വക്രതുണ്ട മഹാകായ. നമസ്കാരം. 2026 ഫെബ്രുവരി മാസം 25 ശേഷം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന 15 നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. 27 നക്ഷത്രക്കാർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭാഗ്യമുണ്ട്. ചിലർക്ക് നിധിഭാഗ്യം, ചിലർക്ക് ലോട്ടറി ഭാഗ്യം, ഗൃഹഭാഗ്യം, ബിസിനസ് ഭാഗ്യം, ഉദ്യോഗഭാഗ്യം, വിദേശ ഭാഗ്യം, അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ പല നക്ഷത്ര ജാതകർക്കും സംഭവിക്കാറുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ 27 നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ചില ദുരിത ദുഃഖ കാലഘട്ടത്തിൽ ചില ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷേ അതൊന്നും ശാശ്വതമല്ല, എന്നും അത് നിലനിൽക്കുകയുമില്ല. ചിലർക്ക് ഭാഗ്യം അപ്രതീക്ഷിതമായിട്ടാണ് വരിക. ഇവിടെ ഈ 15 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇവയിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് ലോട്ടറി ഭാഗ്യം. ഇത് വന്നു ചേരണമെങ്കിൽ ചില ഗൃഹസ്ഥിതികൾ നമുക്ക് അനുകൂലമായിരിക്കണം. അങ്ങനെ അനുകൂലമായിരിക്കുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ഒരു ഭാഗ്യം നമ്മളെ തേടി വരും. മീനത്തിലോ കുംഭത്തിലോ ശനി നിൽക്കുമ്പോൾ ജനിച്ചാൽ മേധാവി സ്ഥാനം, ഐശ്വര്യം, ധനം ഒക്കെ വന്നു ചേരുന്നതാണ്. ശനി 11ാം ഭാവത്തിലും ശുക്രൻ സ്വക്ഷേത്രത്തിലും നിന്നാൽ വലിയ സമ്പന്നരാകും എന്നാണ് കണക്ക്. ഇവിടെ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോവുകയാണ്. ശുക്രൻ 5ാം ഭാവത്തിൽ നിന്നാലും ആ ഫലം തന്നെയാണ് ലഭിക്കുക. കന്നി, മിഥുനം ഈ രാശികളിൽ ഒന്ന് ലഗ്നമായി അവിടെ ബുധനും കുജനും ശുക്രനും ഒന്നിച്ചു നിന്നാൽ ജാതകാൽ വലിയ പണക്കാരനാകുമെന്നാണ്. ഇന്ന് ഗണിച്ചു നോക്കിയതിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ 15 നക്ഷത്ര ജാതകരുണ്ട്. ഇവിടെ ഈ പറയുന്ന 15 നക്ഷത്ര ജാതകർക്കും ഗൃഹസ്ഥിതികൾ അനുകൂലമാകുന്നു. ഇവർ രക്ഷപ്പെടാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇവർ ധനവാന്മാരാകാൻ പോകുന്നു. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. തീർച്ചയായും ഇവർ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും. ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഫലമാണ് ലഭിക്കുക. അങ്ങനെ വലിയ ഫലത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നാളെ ചൊവ്വാഴ്ചയാണ്. അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ശേഷം മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയും ഉണ്ടായിരിക്കും. നിങ്ങളെയും ഗണപതി ഹോമത്തിലും പ്രത്യേക പൂജയിലും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും എപ്പോഴും പാവപ്പെട്ടവനായി ഇരിക്കില്ല. ആർക്കും ഒരു നല്ല സമയമുണ്ട്. ഇവിടെ ഈ 15 നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെയൊരു വലിയ ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, സർവൈശ്വര്യത്തിൻ്റെ സമയം വന്നു ചേരുന്നത്. ഒരാളെ പെട്ടെന്ന് പണക്കാരനാക്കാൻ കഴിയുന്ന നക്ഷത്ര ജാതകരാണ് ഈ പറയുന്ന നക്ഷത്ര ജാതകർ. രാഹു ചില സമയത്ത് എത്ര പാവപ്പെട്ടവനെയും ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാക്കിയേക്കും.
ജ്യോതിഷപ്രകാരം ലോട്ടറി സാധ്യതയുള്ള, അങ്ങനെ ഉയരങ്ങളിൽ എത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന നക്ഷത്ര ജാതകരെ നമുക്ക് അറിയാം. അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ഇപ്പോൾ നിലവിൽ ഇവരുടെ ഭാഗ്യ നമ്പർ 55, 30, 90, 73, 81, 88. ഈ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ ഇവർക്ക് ഭാഗ്യം കൊണ്ടുതരുമെന്നാണ്. തീർച്ചയായും വലിയ ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും, ഉറപ്പാണ്. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. 87, 90, 38, 40, 55, 71. ഇതുവരെ സംബന്ധിച്ച് ഈ ഒരു സമയത്തെ ഭാഗ്യ നമ്പർ തന്നെയാണ്. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. 71, 44, 65, 18, 71, 11. ഈ അക്കങ്ങൾ ഇവർക്ക് ഭാഗ്യം കൊണ്ടുതരും. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന ലോട്ടറിയൊക്കെ എടുത്താൽ ഒരുപക്ഷെ ഇവർക്കൊരു വലിയ ഭാഗ്യം ഇവരെ തേടി വരും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. 61, 18, 31, 75, 61, 18. ഇതുവരെ സംബന്ധിച്ച് ഭാഗ്യമാണ് കൊണ്ടുതരുന്നത്. ഈ നമ്പറിൽ അവസാനിക്കുന്ന ടിക്കറ്റുകളൊക്കെ ഇവർക്ക് ഭാഗ്യം കൊണ്ടുതരും. അടുത്ത നക്ഷത്രം പുണർതമാണ്. 61, 11, 70, 18, 81, 91. ഇതിവർക്ക് ഭാഗ്യം ഇരട്ടിപ്പിക്കും. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ ഇവർക്ക് ഒരുപാട് ഭാഗ്യം കൊണ്ടുതരും. അടുത്ത നക്ഷത്രം പൂയമാണ്. 11, 35, 90, 83, 71, 44. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ ഇവർക്ക് ഭാഗ്യം കൊണ്ടുതരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. 65, 65, 18, 80, 91, 71. ഇതിവർക്ക് ഭാഗ്യം ഇരട്ടിപ്പിക്കും. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ ആയില്യ നക്ഷത്ര ജാതകർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം ഉത്രമാണ്. 65, 70, 31, 31, 70, 18. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്നത് ഇവർക്ക് ഭാഗ്യം കൊണ്ടുതരും. അടുത്ത നക്ഷത്രം ചോതിയാണ്. 65, 10, 70, 18, 30, 35. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും. അടുത്ത നക്ഷത്രം അനിഴമാണ്. 61, 55, 11, 95, 55, 65. ഇതൊക്കെ ഇവർക്ക് ഭാഗ്യം ഇരട്ടിപ്പിക്കും. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. 65, 82, 20, 15, 15, 04. ഇതൊക്കെ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന നമ്പരാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. 43, 31, 01, 78, 75, 31. ഇതിവർക്ക് ഭാഗ്യം കൊണ്ടുതരും. അടുത്ത നക്ഷത്രം ചതയമാണ്. 81, 04, 18, 01, 90, 01. ഇതൊക്കെ ഇവർക്ക് ഭാഗ്യം കൊണ്ടുതരുന്ന നമ്പരാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. 71, 91, 85, 92, 81, 04. ഇതൊക്കെ ഇവർക്ക് ഭാഗ്യം കൊണ്ടുതരും. അടുത്ത നക്ഷത്രം രേവതിയാണ്. 84, 47, 94, 22, 94, 65. ഇതും രേവതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം കൊണ്ടുതരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വിവാഹത്തിന് ശേഷമായിരിക്കും ഭാഗ്യം ഇരട്ടിക്കുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ തീർച്ചയായും സാധിക്കും. നിങ്ങളുടെ ഭാഗ്യ നമ്പരും ജാതകവും വർഷഫലവും അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. തീർച്ചയായും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.